ഈ എന്താ അവിടെ പോയിട്ട് ഞങ്ങള് അപ്പോഴേ ഞങ്ങള് ആശുപത്രിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളോ സുഖനിയൊക്കെ അവിടെ തറവാട് കാണിച്ചു തരാം. വാ, തറവാട് കണ്ടോ? ആൾ താമസമില്ലാണ്ട് കിടക്കുന്നത്. അമ്മൂന് അങ്ങോട്ട് പോകണമെന്ന്, അവളുടെ ബുക്ക് അപ്പുറത്താണെന്ന്. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണേനും. അപ്പോൾ നമ്മൾ ആശുപത്രി പോട്ടെ കേട്ടോ. ആശുപത്രി പോയിട്ട് വന്നിട്ട് നമ്മുടെ വിശേഷം കാണിക്കുക. അതാ കണ്ടോ, മഴ പെയ്യുന്നുണ്ട്. എന്താ കുറേ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മഴ ചാറി എന്ന് ചെറുതായിട്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മഴ ചാറിലല്ല കേട്ടോ, അത്യാവശ്യം നല്ല മഴയാണ്. ഈ വെള്ളം എന്താ ഇതിനെ പോണത്? അതെന്താ അങ്ങനെ വീഴാത്തത്? അയ്യോ, ഇനി ഇങ്ങനെ ഇത് കൂടെ വെള്ളമായി കഴിഞ്ഞാൽ ഇവിടെ വൃത്തികേടാവില്ലേ? അയ്യോ, എന്താണല്ലേ ഒരു പണിക്ക് രണ്ട് പണിയാക്കണത് നോക്കി നോക്ക്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സംഭവമല്ലേ ഇത് ചെയ്തത്, പാത്തി വെച്ചത്. അതാണെങ്കിൽ നമ്മുടെ കിണർ അവിടെ അടിയൊന്നും നമ്മൾ കെട്ടിയിട്ടും കൂടി ഇല്ല. ഇതിക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഒരേ ലെവലിലാക്കിയത്. പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടും ഇല്ല അല്ലേ? അതാണ് എന്താ ചെയ്യുന്നത് പറഞ്ഞിട്ടാ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എങ്ങനെയാ പറഞ്ഞു ചോദിച്ചാൽ അങ്ങനെ അതിന് ഇനി ഒരു പീസ് പൈപ്പ് വേറെ വാങ്ങണ്ടേ? ഉണ്ടോ? അപ്പൊ അങ്ങനെയാകുമ്പോ ശരി. ഇല്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചതാ ഇത് കൂടെ മൊത്തം ഇങ്ങനെ കഴിഞ്ഞ വെച്ചാൽ കണ്ടില്ലേ ഈ വെള്ളം നമ്മുടെ ഇവിടെ ഈ സൈഡൊന്നും കെട്ടിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത്ര പടി കണ്ടോ ആ സൈഡ് വരെ നമുക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സൈഡ് വരെ കേട്ടോ. അത് ഇപ്പോഴൊന്നുമില്ല, അത് ഭാവിയിൽ ചേട്ടാ. അതുവരെ നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. ഈ ലൂസ് മണ്ണായതും കൊണ്ട് ഇങ്ങനെ ഒലിച്ചൊലിച്ചു പോകും. നമ്മുടെ പപ്പു നോക്കിയൊക്കെ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കടത്താന്ന് വിചാരിച്ചാണ്. ഇനി പേടിയാണ് കേട്ടോ, വല്ല നായ്ക്കളും വന്നിട്ടില്ലേ അവനെ കടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ ചെതാണ്ടോ മുറ്റത്തൊക്കെ രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. മഴ പെയ്തിട്ട് രാവിലെ 6-6:30 വരെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മഴ പെയ്തും കൊണ്ട് ഇരിക്കുകയായിരുന്നേ. 6:30 അല്ലടി, അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നോ? ഒരു 12:30 ആയപ്പോൾ ഉണ്ടായിരുന്നു. പോയിട്ടില്ല. റോഡിലൊക്കെ വെള്ളം നിൽക്കട്ടെ, നല്ല തണുപ്പ് വന്നു മഴ പെയ്തപ്പോൾ. മഴ ഇല്ലെങ്കിൽ തണുപ്പ് കമ്മിയല്ലേ. അപ്പോൾ രാവിലെ നമ്മുടെ കൂട്ടാനായിട്ടോ. അനിയന് ചോറ് കൊണ്ടോണ്ടേ കുറച്ചേ വെച്ചുള്ളൂ. ഇവിടെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ആർക്കും വേണ്ട. വേണ്ട, മുരിങ്ങക്കായും പരിപ്പും തക്കാളിയും ഉള്ളിയും തേങ്ങ അരച്ച് വെച്ചു. ബീട്രൂട്ട് ഉപ്പേരി, മുട്ട പൊരിച്ചതും മാങ്ങപ്പിലിട്ടതും പാടെ കൊടുത്തിട്ട് ഉപ്പേരി കൊടുത്തില്ല. ഉപ്പേരി ആർക്കും വേണ്ട. കിച്ചുവിന് മാത്രമേ ഉള്ളൂ. സൂര്യക്കും ഇഷ്ടമല്ലേ ബീട്രൂട്ട് ഉപ്പേരി? എനിക്കും ഇഷ്ടമല്ല അത്ര. അതാ കൂടുതലായതും കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. ബ്ലഡ് ഉണ്ടാവുന്നു. ഇന്ന് എവിടെ ഇല്ലേ? സുകന്യേ, ആ തുണികൾ തോരട്ടോ വേഗം. വിറകാണ് കേട്ടോ, ഒരു കരട് വിറകില്ല. വിറകിനാണ് വെച്ചപ്പോൾ എവിടേക്കാ ഓടേണ്ടത് നിൽക്കൊരു പിടുത്തമില്ല. അറിയില്ല മനുഷ്യരാണെങ്കിൽ ശരി. എന്ത് വിറക് ദിവസം പെയ്താൽ വിറകില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? കറണ്ട് പോയിട്ടോ രാവിലെ തന്നെ. ഇന്നലെ ഞങ്ങള് കമ്പി നനഞ്ഞു, അപ്പൊ തുടങ്ങി കറണ്ട് പോയി. എന്താ ചാത്തപ്പ, എന്താ ഇനി ഇവിടെ മൊത്തം ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഒരു പണിയാണ് കേട്ടോ. 4 ഭാഗം രാവിലെ അടിക്കാൻ കാറ്റും കൂടി വീശി കഴിഞ്ഞ ഇതല്ല. കാറ്റ് വീശാത്തോണ്ട് പൊന്നെ അല്ലേ? അംഗൻവാടിച്ച് പൊക്കോളുണ്ട് കേട്ടോ. അതെന്താ? രാവിലെ ചോറ് കൊണ്ടുപോലും കുട്ടികളുടെ സ്കൂളിൽ പോക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ്. അംഗൻവാടി ബിരിയാണി ഉണ്ട്. ടീച്ചർ വരാൻ പറഞ്ഞു. ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, കടലമുട്ടായി ഉണ്ട്, കടലുണ്ട്, മുട്ടയുണ്ട്, മുട്ടയുണ്ട്.
വേണ്ടേ? ഇതൊന്നും ഇന്നലെ ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണു. എന്താ എന്തിൻ്റെയൊക്കെ ബ്ലഡിൻ്റെ കുറവുണ്ട് തോന്നുന്നു പറഞ്ഞിട്ട്. ഇനി എന്ത് കുറവാണ് എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ കുറവുണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ. PCOD ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. എനിക്ക് വയ്യ. ഒന്നങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കണേ ഇല്ല, വന്നും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെ പറയുക, ഇന്നലെ പോയപ്പോൾ ഇഞ്ചക്ഷൻ വെക്കണോ ചോദിച്ചു. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കണ്ട പറഞ്ഞു. ഇനി ഇന്ന് കുറവില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നാൽ കുറച്ചൊരു ഭേദമൊക്കെ തോന്നുന്നുണ്ട്. അമ്മൂനെന്താ അമ്മൂന്ന് ക്ലാസ്സിനകത്ത് ഇന്ന് അച്ചും കുഞ്ഞനും കുഞ്ഞുണ്ണിയും മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ കേട്ടോ. കിച്ചും പോയിട്ടില്ല, അമ്മും പോയിട്ടില്ല. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എത്ര ദിവസമേ ഉള്ളൂ സ്കൂളിൽ പൂട്ടാൻ? കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമ്മൾ ഇതാണ്ടോ, ഇത് കണ്ടില്ലേ, നെല്ലുത്തരി വാങ്ങിയതാണ്. ഇപ്പോൾ ഇതിട്ടിട്ട് കഞ്ഞി വെക്കണം വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ വെക്കണോ വൈകുന്നേരത്ത് വെക്കണോ വിചാരിച്ചിട്ട് ഇരിക്കുക കേട്ടോ. വൈകുന്നേരത്താണ് പറഞ്ഞു വെച്ചാൽ മക്കൾക്ക് ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും പുകയിന്ന് പുറത്ത് അടുപ്പിൽ കണ്ടില്ലേ, അടുപ്പിൽ വെള്ളം കയറിയിട്ടില്ല. അടുപ്പിൻ്റെ 4 ഭാഗം വെള്ളം കയറിയിട്ട് ഇനിയിപ്പോൾ അതിലിപ്പോൾ വെക്കാൻ പറ്റില്ല. മഴയിൽ നിന്ന് നിൽക്കട്ടെ. എന്തായാലും നോമ്പ് സമയത്ത് മഴ പെയ്തും കൊണ്ട് നോമ്പെടുക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒരു ഉപകാരമായില്ലേ. മറ്റേത് എന്ത് ചൂടാണ് ഈ പറഞ്ഞിട്ട്, നല്ല ചൂടല്ലേ. ആ ചൂടും വെള്ളം കുടിക്കാൻ ദാഹവും ക്ഷീണമൊക്കെ പാടെ കൂടില്ലേ. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഒരു ആശ്വാസമല്ലേ, വെള്ളം കുടിക്കാൻ തോന്നില്ലല്ലോ. അല്ലെങ്കിൽ നോമ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പറയും കുറേ സാധനങ്ങൾ തിന്നുകയാണ്, ഒന്നും തിന്നാൻ കഴിയില്ല കേട്ടാ. ഞങ്ങളൊക്കെ ഇവിടെ ചെയ്തപ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിച്ചും വയറ് ഫുള്ളായി. പിന്നെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് തീരെ ചെല്ലാണ്ടായിട്ടാ. അമ്മോ ചായ കുടിച്ചോ നീയേ? അപ്പോൾ നമ്മുടെ അടുക്കളയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പുകയിന് നോക്കിയൊക്കെ ഇതിൽ പറയില്ലേ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയില്ലേ, അത് ഊതിയിട്ടും കാര്യമില്ല. കുറേ നേരമായി ഇത് പുറത്തടുപ്പിൽ തന്നെ വെച്ചിട്ടേ എൻ്റെ അടുത്തേ കൃത്യസമയത്ത് ഉറക്കം, ഫോണ് കാണരുത്, TV കാണരുത്. ഞാൻ ഫോണിൽ നോക്കാറുണ്ട് കേട്ടോ. നമുക്കത് നോക്കണമല്ലോ. പക്ഷേ TV ഒന്നും ഞാൻ അധികം കാണാറില്ല. ഉറക്കമൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. ഉറക്കമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കമൊക്കെ കണക്കാണ്. രാവിലെ 4:15 ആകുമ്പോൾ 4:10 അല്ലെങ്കിൽ 4:15 അതിൻ്റെ ഉള്ളിൽ നീക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊന്ന് കടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഉച്ചയ്ക്ക് കിടക്കാനും പറ്റില്ല. പുകപടലങ്ങളായില്ലേ ഇപ്പം ഞാൻ. അതാ അവിടെ ഉണ്ടോ നിൻ്റെ അമ്മ സുകന്യേ? ഈ മേമ എത്ര കേട്ടോ. ഇതാ പിന്നെ എല്ലാരും ബീട്രൂട്ടും ഇതാ കണ്ടില്ലേ. നമ്മുടെ കിച്ചൂട്ടനെ ജലദോഷം ചുമയിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവിടെ ഉണ്ട്. മാങ്ങുപ്പിലിട്ട് വേണോ കിച്ചൂട്ടാ? വേണ്ടേ? കഴിച്ചോ, അവിടെ പോയിരുന്നു കഴിച്ചേ. അമ്മ രാവിലെ ചോറുണ്ടോ? പിന്നെ ബിരിയാണി ഉണ്ടടാ. അമ്മ ഇപ്പൊ കുളിപ്പിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട, കഴിച്ചോ. ഞാൻ ഓട്സിൻ്റെ കഴിച്ചോളാം. ആ മുട്ടയുടെ ഇതൊന്ന് കൊണ്ടേ കളഞ്ഞ കഴിച്ചിട്ടാ. മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് ഇത്രയും കോറയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വെയിൽ ഒളിക്കണേ. വേണ്ടോ, റാഗി ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, വിരകി കഴിക്കുക, കുട്ടികൾക്ക് നല്ലതല്ലേ. ഇതിന് ഒന്ന് ചെറുതായിട്ട് വെയിൽ ഒളിപ്പിക്കും, എന്നിട്ട് ഡപ്പയിലാക്കി വെച്ചല്ലേ 1-1.5 മാസം ആവശ്യം. ഈ റാഗിയും ഗോതമ്പൊടിയും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക കേട്ടോ, അടിപൊളിയാണ്. എന്താ വെച്ചു വയ്യാരേ, ഒരാൾക്ക് പിടിച്ചപ്പോൾ ഒരാൾക്ക് എല്ലാവർക്കും ആയി. എല്ലാവരും വയ്യാത്തവരായല്ലോ അറിയാം. എല്ലാവരും വയ്യാത്തവരായി.
ഉച്ച കഞ്ഞി കുടിച്ചാ അതിൽ ഗുളികണ്ട് ഏ ആ ഗുളികളിൽ കഴിച്ചാ ഒരു പൊട്ട് കഴിച്ചാൽ കേട്ടാ ഒരു പൊട്ട് കഴിച്ചാൽ മതി ദോശ കോറപ്പൊടി കൊണ്ട് ദോശ മനസ്സിലായോ റാഗി കൊണ്ട് ദോശ നമ്മുടെ അമ്മുട്ടിക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ പൊടിപ്പിക്കുകയും ചെയ്യും. അതെന്താ വെച്ചാൽ കോറ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ, എല്ലുബലം ഒക്കെ നല്ലതാണെന്ന് പറയാറില്ലേ. അപ്പോൾ പിന്നെ പച്ചരി കോറയും പാടെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ ഇത്രയും കണ്ടോ, ഇതിലിപ്പോൾ എത്ര 6 കിലോനല്ലേ, 6 കിലോ പൊടിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു 2 ആഴ്ചയും കൊണ്ടൊക്കെ കഴിക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാറില്ല ചില സമയത്ത്, ആരും ഉണ്ടാവില്ല. കുറച്ച് മതി കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമുള്ളത് മതി. പോരെ. ഇതിൻ്റെ തവിട് എന്തെങ്ങനെ പറയുക, തൊലിയൊന്നും കളയാണ്ടാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഈ തൊലി കളയില്ലേ, ഇത് തൊലി കളയാത്തതാണ്. ഇത് ഗോതമ്പ് പൊടി കേട്ടോ. എന്തമ്മോ? ആ സോപ്പ് വയ്ക്കണം. നമ്മൾ കുറച്ച് കണക്കിനെടുത്ത് കഴിഞ്ഞാലേ ചിലപ്പം ഇവിടെ പൊന്നു വന്നിട്ട് വേണം പറയും കേട്ടോ. അപ്പം പിന്നെ അതൊരിതാവില്ലേ. ഷുഗറൊക്കെ ഉള്ളവരും അതേപോലെ തന്നെ എങ്ങനെ പറയട്ടെ, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാട്ടോ. കോറ നല്ലതാണ്. എൻ്റെ നിങ്ങൾ ചില സമയത്ത് കാണുമ്പോൾ ഞാൻ നല്ല തടി കുറഞ്ഞിങ്ങനെ തോന്നില്ലേ നിങ്ങൾക്ക്? ചില സമയത്ത് കാണുമ്പോൾ ഞാൻ നല്ല തടിച്ച പോലെ തോന്നില്ലേ? അതെന്താണെന്നറിയോ? അതാണ് നമ്മുടെ PCODയുടെ ഏറ്റവും വലിയ ഗുണം ഇല്ലേട്ടാ. ഇന്നലെ ഡോക്ടറോട് പോയി പറയുമ്പോൾ ഡോക്ടറും അറിയാം അത്. ചേച്ചി ഇനി നല്ല ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ശരിയാക്കണമെന്ന്. ചോറേ കഴിക്കണ്ട പറഞ്ഞു. ചോറേ കഴിക്കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വെച്ചാൽ എനിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നു കേട്ടോ, അസുഖം വരുമോ എന്നുള്ളത് അല്ലേ. അസുഖം വരും അവരത് പറയും. എൻ്റെ അടുത്ത് ചോറേ കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് മോരൊഴിച്ച് ചോറ് കഴിക്കുക? മോരൊഴിച്ചിട്ട് എത്ര മോരൊഴിച്ച് കഴിക്കുക നല്ലതാണ്. ഛർദിക്കാൻ വരെ മോര് വെച്ചിട്ടോ? മോരുവിൽ കേടുണ്ടാവും. മോര് വെച്ച് കഴിക്കുന്നത് നല്ലതാടാ. എപ്പോഴും ഭക്ഷണത്തിൽ കുറച്ച് തൈര് ചേർത്ത് കഴിക്കണം. അത് കഴിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുകയാണ് എന്നാ പറഞ്ഞതേ. അതന്നെ, അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ ഒരു നേരം കിച്ചു അവിടെ നിന്ന് ഒരു ഇതെടുത്തിട്ട് വരുമോ? കഴിക്കുന്നതല്ല. കഴിക്കൽ തുണിയല്ല, എന്താ ഇവിടെ ഇല്ല, അവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നത് കയ്യിൽ സ്റ്റീലിൻ്റെ കയ്യിൽ. അതുകൊണ്ട് പറ്റില്ല, സ്റ്റീലിൻ്റെ കയ്യിലും കളർ നോക്ക്. കാപ്പി കളറായത് ആ വെള്ള കളറോ? കളർ അറിയാം, അടിയിൽ പിടിച്ചതിൻ്റെ അല്ലേ. അതിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. അതിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ തൊട്ട് പരോട്ട വേണോ? എണ്ണ തേച്ച് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. ഞാൻ പരീക്ഷ നോക്കി വാഴയുടെ ഇത് കൊണ്ടുവരികയും ചെയ്തില്ല. അങ്ങനത്തെ ഒന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങണം. എണ്ണ പുരട്ടണ സാധനമല്ലേ അല്ലേ? ഈ ദോശയുടെ സൗണ്ട് വരണല്ലേ. ഏട്ടന് കട്ടിയിലാണ് ഇഷ്ടം കേട്ടോ. അയ്യോ, ഏട്ടന് കട്ടി വേണം, എനിക്കാണെങ്കിലോ കട്ടി ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം. എന്താണ്ടോ ഇങ്ങനെ എന്താ ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇനി ഓട്സ് ഇല്ലേ, നമ്മുടെ ഓട്സ് അരച്ചിട്ട് കോറയും പാടെ കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കിയാലും നല്ലതാട്ടോ. ഓട്സ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമെന്നേ ഉള്ളൂ. ഒക്കെ എന്താ
ഇത് എന്താ എങ്ങനെ പറയുക ഹെൽത്തിയാണ് പറഞ്ഞിട്ട് അനിയേട്ടൻ കഴിക്കട്ടോ. ഞാൻ രണ്ടെണ്ണേ കഴിക്കുള്ളൂ. എന്ത് കഴിച്ചാലും വേണ്ടില്ല, തടിക്കൊരു കുറവുമില്ല. കഴിച്ചു നോക്കടാ. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? ആ അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടായിക്കോ. അതിനത് രസമുണ്ടേ. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ, ഞാൻ തേങ്ങ ഇട്ടില്ല കേട്ടോ, അത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. തേങ്ങ ഇടുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നും കൂടി അതിൻ്റെ മേലെ കൂടെ ഇതിലില്ലേ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഏട്ടൻ കഴിക്കണ്ട. എങ്ങനെയുണ്ട്? ശർക്കര ഇട്ടാൽ മതി. ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ റോള് പോലെ. ഇനി ഇത് ഇപ്പൊ വെറുതെ കഴിക്കുന്ന രസമല്ലേ? ശർക്കര ഇനി ചീകട്ടെ. ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടാറിയിട്ട് കഴിച്ചാൽ അത്ര ഒരു രസം ഉണ്ടാവില്ല. ചെറുപയർ ഇട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം. ചെറുപയർ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും രസമാണ് കേട്ടോ. എന്ത് ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം. നമുക്ക് ശരിക്കില്ലേ എന്താ മടിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ എന്താ മഴക്കാലമായി കഴിഞ്ഞാൽ വെച്ചാൽ കോറയുടെ കുറുക്കുണ്ടാക്കിയിട്ട് പണിമാറ്റി വരുമ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു. അമ്മ പറയും നല്ലതാണ് ആണുങ്ങൾക്ക് പണിമാറ്റി വരുമ്പോഴേക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വിരകി അന്നൊക്കെ നമ്മൾ പറഞ്ഞ ചമ്മിയിലൊക്കെ അരച്ചിട്ടാട്ടോ ഉണ്ടാക്കുക, വിരകിയിട്ട് വയ്ക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് മടി തുടങ്ങി അല്ലേ? എല്ലാ സൗകര്യങ്ങളും ആയപ്പോൾ എന്താ മടി ചെയ്യാൻ ഒരു മടി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളാണ് പറഞ്ഞാൽ അപ്പോൾ എണ്ണക്കടിയൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ അമ്മ പറയും ഈ എണ്ണയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വാങ്ങി തിന്നണ്ട, ഉണ്ടാക്കാൻ അറിയുന്ന പോലെ ഉണ്ടാക്കിയിട്ട് തിന്നാൽ മതിയെന്ന്. നമുക്ക് ഇഷ്ടമായോ? ഏട്ടന് ഇഷ്ടമായോ? കിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കൂ. ഇതിൻ്റെ എന്താ ചെറുപയറിട്ടിട്ട് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഞാൻ ഒരു ദിവസം ശരിക്കും നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇതും ചെറുപയറും ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. പക്ഷെ ചിലവർക്ക് ഇത് ഇഷ്ടമാവില്ല, ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അനിയനാണ് പറഞ്ഞു വെച്ചാൽ ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, സുഗന്യയ്ക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ വിശേഷം നിർത്തിയാലോ? ഇന്നത്തെ റെസിപ്പി അപ്പോഴേ നമ്മൾ നിർത്തുകയാണ്. ഇത് കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇതിലിനി പഞ്ചസാര ഇട്ടിട്ടില്ലേ, കുറച്ച് ഗോതമ്പ് പൊടി ഇടാൻ പാടുള്ളൂ, കൂടുതൽ ഗോതമ്പ് പൊടി ഇടാൻ പാടില്ല, കൂടുതൽ കുറഞ്ഞ വേണം കേട്ടോ. റാഗി ഇതിൻ്റെ കൂടെ ഇനി ശർക്കര ഇല്ലേ, ശർക്കരയും കൂടി പൊടിച്ചിട്ട് നമ്മൾ ഇത് കൂടെ ഇങ്ങനെ ഇട്ടിട്ടില്ലേ, ഇങ്ങനെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിക്കാമല്ലോ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ റോളാക്കിയിട്ടില്ലേ, ഇങ്ങനെ റോളാക്കിയിട്ട് മക്കൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ മുറിക്കുക. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ മക്കൾ കഴിക്കും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ തടി കുറയ്ക്കാൻ പറ്റുന്നവർക്കൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. പച്ചത്തേങ്ങ നല്ലതല്ലേ? നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ചൂടോടെ കഴിക്കണേ.